Dear students, next thermodynamics പഠിക്കാനുള്ളത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്നാണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് ഒരു സിസ്റ്റത്തിൽ ഹീറ്റ് എനർജി കൊടുത്താൽ സിസ്റ്റം മീൻസ് ഒരു സിസ്റ്റം ഓഫ് ഗ്യാസോ എന്തെങ്കിലും ആണ്. സിസ്റ്റത്തിൽ ഒരു ഹീറ്റ് എനർജി കൊടുത്തു കഴിഞ്ഞാൽ ആ ഹീറ്റ് എനർജി ഉപയോഗിക്കുന്നത് രണ്ട് കാര്യങ്ങൾക്കായിരിക്കും. ഒന്ന്, ടു ചേഞ്ച് ഇറ്റ്സ് ഇന്റേണൽ എനർജി ആൻഡ് ഓൾസോ ഡു സം എക്സ്റ്റേണൽ വർക്ക്. So the first law states that amount of heat energy given to a system is always equal to the sum of its internal energy and external work done. ഈ രണ്ട് കാര്യങ്ങൾക്കാണ് എനർജി യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ എനർജി ഒരു സിസ്റ്റത്തിൽ എനർജി കൊടുക്കുകയാണെങ്കിലാണ് എനർജി ഗിവൺ ടു എ സിസ്റ്റം. എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? അതിൻ്റെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ചെയ്യാൻ, ഡെൽറ്റ യു ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വർക്ക് എക്സ്ട്രാ അല്ലെങ്കിൽ അഡീഷണൽ വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നു. സോ ഡെൽറ്റ ക്യു ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്നാണ് പറയുന്നത്. ഇതിൽ യു എന്ന് പറയുന്ന ടേം ഇൻറ്റേർണൽ എനർജിയാണ്. ഇൻറ്റേർണൽ എനർജി എന്താണ്? ഇൻറ്റേർണൽ എനർജി എന്ന് ചോദിച്ചാൽ ഒരു സിസ്റ്റത്തിൽ ഒരു കണ്ടെയ്നർ ഓഫ് ഗ്യാസ് ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ ആ ഗ്യാസ് മോളിക്യൂൾസിന് അല്ലെങ്കിൽ ആ സിസ്റ്റത്തിന് അതിലെ ഓരോ പാർട്ടിക്കിളിനും കിട്ടുന്ന ടോട്ടൽ എനർജി, അതായത് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി. സോ സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഇതാണ്. അതായത് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എവറി പാർട്ടിക്കിൾ ഓഫ് എ സിസ്റ്റം, സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എവറി പാർട്ടിക്കിൾ ഓഫ് എവറി പാർട്ടിക്കിൾ ഓഫ് എ സിസ്റ്റം അതാണ്. ഇനി ഈ ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ കേസിലാണെങ്കിൽ അവിടെ ഇന്റേണൽ എനർജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൺസിസ്റ്റ് ഓഫ് കൈനറ്റിക് എനർജി ഓൺലി. കൈനറ്റിക് എനർജി മാത്രമായിരിക്കും ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ. ഇന്റേണൽ എനർജിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ കൈനറ്റിക് എനർജിയാണ് മെൻഷൻ ചെയ്യുന്നത്, അവിടെ പൊട്ടൻഷ്യൽ എനർജി മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇന്റേണൽ എനർജിക്ക് ചേഞ്ച് വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചറിന് ചേഞ്ച് വരുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ശരിക്കും ടെമ്പറേച്ചറാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ ഒക്കെ നേരത്തെ പറയുന്നത്. സോ ടെമ്പറേച്ചർ ഈസ് എ മെഷർ ഓഫ് ഇന്റേണൽ എനർജി. ഇന്റേണൽ എനർജിയുടെ ഒരു മെഷറായിട്ടാണ് നമ്മൾ ടെമ്പറേച്ചറിനെ ഇവിടെ കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഇഫ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിന് ഒരു ചേഞ്ചും ഇല്ല ആ സിസ്റ്റത്തിൽ എന്ന് കണ്ടാൽ അതിൻ്റെ അർത്ഥം ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്നാണ്. ഓക്കെ ആവട്ടെ. അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ, ഇത് ഒരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ അർത്ഥം ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. ഇന്റേണൽ എനർജിക്ക് ചേഞ്ച് ഇല്ല, ഓർ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു 0 എന്ന അർത്ഥം. ഇതാണ് ഇന്റേണൽ എനർജിയുടെ അർത്ഥം. അപ്പോൾ ഈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ ടോട്ടൽ എനർജി എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നു? ഇന്റേണൽ എനർജി ചേഞ്ചിനും വർക്കിനും വേണ്ടി ഉപയോഗിക്കുന്നു. ഇന്റേണൽ എനർജി ചേഞ്ചിനും വർക്കിനും വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ ഒരു നമ്മൾ കൊടുക്കുന്ന ഊർജ്ജം മുഴുവൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് എന്താണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? കൺസർവേഷൻ ഓഫ് എനർജിയാണ് ഉദ്ദേശിക്കുന്നത്. കൺസർവേഷൻ ഓഫ് എനർജി. സോ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഏത് കൺസർവേഷനാണ് ഒബേ ചെയ്യുന്നത്? കൺസർവേഷൻ ഓഫ് എനർജി ഒബേ ചെയ്യുന്നു. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഇങ്ങനെ തന്നെ പഠിക്കാം. ഓക്കെ, ഈ വർക്ക് ഡൺ എന്താണെന്ന് പറയാം. ഇപ്പോൾ ഇന്റേണൽ എനർജി എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ വർക്ക് ഡൺ ഉണ്ട്. എന്താണ് വർക്ക് ഡൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഒരു സിസ്റ്റത്തിൽ, അതായത് ഒരു കണ്ടെയ്നർ നിറയെ ഗ്യാസ് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിൽ ഈ കണ്ടെയ്നറിലെ ഒരു പാർട്ട് ഓഫ് അല്ലെങ്കിൽ ഒരു കുറച്ച് റീജിയൺ ഓഫ് ദാറ്റ് കണ്ടെയ്നർ, ഒരു കണ്ടെയ്നറിൻ്റെ ആ കുറച്ച് റീജിയണിലെ പാർട്ടിക്കിൾസ് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു വർക്ക് കൊടുക്കുന്നു എന്ന് വിചാരിക്കും. അതിന് നമ്മൾ ഇൻറ്റേർണൽ വർക്ക് എന്നാണ് പറയുന്നത്. അതായത് ഒരു സിസ്റ്റത്തിൽ തന്നെ കുറച്ച് പാർട്ടിക്കിൾസ് മറ്റു കുറച്ച് പാർട്ടിക്കിൾസുമായി ഇൻട്രാക്ട് ചെയ്താൽ നമ്മൾ പറയാതെ ഇൻറ്റേർണൽ വർക്ക്. സോ വർക്ക്ഡ് ബൈ വൺ പാർട്ട് ഓഫ് ദ സിസ്റ്റം. Okay,
അതായത് ഒരു പാർട്ട്, വൺ പാർട്ട് ഓഫ് ദി സിസ്റ്റം do some work on the other part. ഇങ്ങനെയാണെങ്കിൽ അത് നമ്മൾ എന്തെന്ന് പറയും? ആ വർക്ക് ഇന്റേണൽ വർക്കാണ്. അതിനെ നമ്മൾ ഇന്റേണൽ വർക്ക് എന്നാണ് പറയുന്നത്. പകരം ഒരു സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സിസ്റ്റം, ഇഫ് എ സിസ്റ്റം ഡു സം വർക്ക്, ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. സിസ്റ്റം ഡു സം വർക്ക്, ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നു ഓൺ എനിത്തിങ് ഔട്ട്സൈഡ്, വെളിയിൽ ഏതെങ്കിലും, എനിത്തിങ് ഔട്ട്സൈഡ്, വെളിയിലുള്ള ഏതെങ്കിലും ഒന്നിലേക്ക്, അതായത് എനിത്തിങ് ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ എനിത്തിങ് ഔട്ട്സൈഡ് ദ സിസ്റ്റം, സിസ്റ്റത്തിന് വെളിയിലുള്ള എങ്ങടേക്കെങ്കിലും ഒരു സിസ്റ്റം വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിന് നമ്മൾ പറയും എക്സ്റ്റേണൽ വർക്ക് എന്ന് പറയും. ഇതിനെന്ത് പറയും? എക്സ്റ്റേണൽ വർക്ക്. ഇനി തിരിച്ചുമാകാം. അതായത് എനിത്തിങ് ഔട്ട്സൈഡ് ക്യാൻ ഡു സം വർക്ക് ഓൺ എ സിസ്റ്റം, വെളിയിലുള്ള ആർക്കെങ്കിലും സിസ്റ്റത്തിലേക്കും വർക്ക് ചെയ്യാം. അപ്പോഴും അതെന്ത് തന്നെയാണ്? എക്സ്റ്റേണൽ വർക്കാണ്. ഓക്കെ, അപ്പോൾ വർക്ക് രണ്ട് രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇൻറ്റേർണൽ ആയിട്ടുമുണ്ട്, എക്സ്റ്റേണൽ ആയിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ ഹീറ്റ് എനർജി സപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹീറ്റ് എനർജി എടുക്കുമ്പോഴൊക്കെ നമ്മൾ എക്സ്റ്റേണൽ വർക്ക് ഡണിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഓക്കെ, എക്സ്റ്റേണൽ വർക്കായിരിക്കും മോസ്റ്റ് ടൈം നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ വർക്ക് എന്ന് പറയുന്നത്, ഈ വർക്ക് നമ്മൾ എഴുതി കാണിക്കുമ്പോൾ ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്നത് യൂഷ്വൽ കേസിൽ P into delta V ആണ്. Okay, so this is the small work done by a system to increase its volume. അതായത് ഒരു സിസ്റ്റം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊരു കണ്ടെയ്നർ, ഇപ്പോൾ നമ്മളുടെ കയ്യിൽ ഒരു കണ്ടെയ്നർ ഓഫ് ലിക്വിഡ് ഇരിക്കുന്നു എന്ന് വിചാരിക്കാം. ഇത് നമ്മൾ ഹീറ്റ് എനർജി കൊടുക്കുന്നു. സ്വാഭാവികമായി ഈ ഡെൽറ്റ ക്യൂ എമൗണ്ട് ഓഫ് എനർജി ഇത് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സോ ഇതിനകത്ത് ഇതൊരു ലിക്വിഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഗ്യാസ് ആണെങ്കിൽ ഇത് എക്സ്പാൻഡ് ചെയ്യും. ഹീറ്റ് എനർജി കൊടുത്താൽ ഈ ഗ്യാസ് അല്ലെങ്കിൽ ലിക്വിഡ് എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടെ മുകളിലേക്ക് വരാൻ ശ്രമിക്കും. അപ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യും. ഇതാണ് വോളിയം ഇൻക്രീസ്. സോ ഈ ഹീറ്റ് എനർജി ഉപയോഗിച്ച് സിസ്റ്റം എന്ത് ചെയ്തു? എക്സ്പാൻഷൻ നടത്തി. അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാം? ഇവിടെ ഒരു വർക്ക് നടന്നു എന്ന് പറയാൻ പറ്റും. കാരണം എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഒരു ജോലിയാണ്. So small work done by a system to increase its volume. അതിൻ്റെ വോളിയം ചേഞ്ച് ചെയ്യാൻ വേണ്ടി ചെയ്ത വർക്ക്, അതാണ് ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ഡെൽറ്റ. നമ്മൾ ബെർണോളിസ് പ്രിൻസിപ്പിളിൽ കണ്ടതാണ്. വർക്ക് ഡണ്ണിനെ നമ്മൾ എന്താണ് അന്ന് പി ഇൻറ്റു ഡെൽറ്റ വി എന്ന്, പി ഇൻറ്റു വി എന്ന് എഴുതിയതാണ് വർക്ക് ഡണ്ണിന്. ഓർക്കുന്നുണ്ടോ? പി വി. എന്നിട്ട് അതിൻ്റെ വർക്ക് ഡൺ പെർ വോളിയം പി എന്ന് എഴുതി കാണിക്കേണ്ടത്. സോ പി ഇൻറ്റു ഡെൽറ്റ. അപ്പോൾ നേരത്തെ നിങ്ങൾക്ക് പരിചയമുള്ളതാണ് എന്ന് വിചാരിക്കും. ഓർ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡി ഡബ്ല്യു. വളരെ ചെറിയ വർക്കാണെങ്കിൽ ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ഡി വി എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ, ഇതൊരു ചെറിയ വർക്കാണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ ടു ഇൻക്രീസ് എ വോളിയം, അതായത് വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. എവിടുന്ന് എവിടെ വരെ? കുറച്ച് കൂടുതൽ സമയം നമ്മൾ പഠിക്കുമ്പോൾ ഇനീഷ്യലി V1 വോളിയം ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം വോളിയം വർദ്ധിപ്പിച്ച് എവിടെ വരെ കൂടുന്നു എന്ന് വിചാരിക്കുന്നു? V2 വരെ കൂടുകയാണ് എങ്കിൽ അതിന് വേണ്ടുന്ന ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് W is equal to ഇൻ്റഗ്രൽ പി ഡി വി. ഈ ചെറിയ ചെറിയ വർക്കുകളെല്ലാം കൂടെ എഴുതി കൂട്ടുന്നതിന് പകരം ഒരു കണ്ടിന്യൂസ് ആയ പ്രോസസ്സ് ആയതുകൊണ്ട് ഇൻ്റഗ്രൽ സിമ്പിൾ ഉപയോഗിച്ച് നമ്മൾ പി ഡി വി എന്ന് എഴുതും. ഇവിടെ വോളിയമാണ് ചേഞ്ച് ചെയ്യുന്നത്. എവിടുന്ന് എവിടെ വരെ? V1 നിന്ന് V2 വരെ. അതുകൊണ്ട് ലിമിറ്റ് നമ്മൾ അങ്ങനെ കൊടുക്കണം, ഫ്രം V1 to V2. ഇതാണ് ഡബ്ല്യുവിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ ചോദിച്ചാൽ W is equal to ഇൻ്റഗ്രൽ V1 to V2 പി ഡി വി എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കുക. സോ ഹീറ്റ് എന്ന് പറയുന്നത്, ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി വിച്ച് ഇസ് യൂട്ടിലൈസ്ഡ് ഫോർ ഡൂയിങ് സം വർക്ക് ഓർ ടു ചേഞ്ച് ഇറ്റ്സ് ഇൻറ്റേർണൽ എനർജി. ഓക്കെ, ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് മെഷർ ഓഫ് ടെമ്പറേച്ചറാണ്. വർക്ക് എന്ന് പറയുന്നത് കൊടുക്കുന്ന ഊർജത്തിൻ്റെ യൂട്ടിലൈസേഷൻ. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വർക്ക് എനർജി പവറിൽ പഠിച്ചിട്ടുണ്ട്
എന്താണ് എനർജി എന്ന് പറയുന്നത്? എനർജിയെ വർക്കാക്കാൻ പറ്റും, വർക്കിനെ എനർജി ആക്കാൻ പറ്റും. ഇത് നമ്മൾ പഠിച്ചതല്ലേ, വർക്ക് എനർജി തിയറം അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെർമോഡൈനാമിക്സിൽ നമ്മളിപ്പോൾ ഹീറ്റ് എനർജി എന്നും പറഞ്ഞു, വർക്ക് എന്നും പറഞ്ഞു. സോ ഹീറ്റും വർക്കും ശരിക്കും എന്താണെന്ന് അറിയാമോ? തെർമോഡൈനാമിക്സിൽ ഇവർ രണ്ടും മോഡ്സ് ഓഫ് എനർജി ട്രാൻസ്ഫർ ആണ്. മോഡ്സ് ഓഫ് എനർജി ട്രാൻസ്ഫർ. മോഡ് എന്ന് പറഞ്ഞാൽ രണ്ട് മാർഗങ്ങൾ. എനർജി ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള രണ്ട് വഴികൾ, അല്ലെങ്കിൽ രണ്ട് ഉപാധികളാണ് മോഡ്സ് ഓഫ് എനർജി ട്രാൻസ്ഫർ. ഏതൊക്കെ മോഡിൽ എനർജിക്ക് ട്രാൻസ്ഫർ ചെയ്യാം? ഹീറ്റായിട്ടും ട്രാൻസ്ഫർ ചെയ്യാം, വർക്കായിട്ടും ട്രാൻസ്ഫർ ചെയ്യാം. സോ ഹീറ്റ് ആൻഡ് വർക്ക് ആർ ടു മോഡ്സ് ഓഫ് എനർജി ട്രാൻസ്ഫർ. ഹീറ്റും വർക്കും എന്താണ്? രണ്ട് എനർജി ട്രാൻസ്ഫറൻസിൻ്റെ വഴികൾ മാത്രമാണ്. പക്ഷേ എന്നാൽ ഹീറ്റും വർക്കും അതാണ്. എന്നാൽ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റേർണൽ എനർജി ഡിറ്റർമൈൻസ് ദി ടെമ്പറേച്ചർ ഓഫ് എ തെർമോഡൈനാമിക് സിസ്റ്റം. അപ്പോൾ ഇൻറ്റേർണൽ എനർജി ഒരു സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ മനസ്സിലാക്കി തരുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്ന ഈ ഡെൽറ്റായിൽ നമ്മൾ കണ്ടില്ലേ, ഇൻറ്റേർണൽ എനർജി യു എന്ന് പറയുന്ന ആള് ശരിക്കും എന്താണ്? ഇതൊരു തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിളാണ്. തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിളാണ്. സ്റ്റേറ്റ് വേരിയബിളാണ്. അതായത് ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി തരുന്ന ഒരു ടേമാണ് ഇൻറ്റേർണൽ എനർജി. അപ്പോൾ നമ്മൾ ഇവിടെ ഇൻറ്റേർണൽ എനർജി, വർക്ക്, ഹീറ്റ്, ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയ തെർമോഡൈനാമിക് ടേമുകളാണ്. പക്ഷെ അതിൽ ഹീറ്റും വർക്കും മോഡ്സ് ഓഫ് എനർജി ട്രാൻസ്ഫർ ആണ്. എന്നാൽ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് വേരിയബിൾ. അതൊരു സ്റ്റേറ്റ് വേരിയബിൾ ആണ്. ബിക്കോസ് ഇറ്റ് ഡിറ്റർമൈൻസ് ദി ടെമ്പറേച്ചർ ഓഫ് എ സിസ്റ്റം. ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ടെമ്പറേച്ചർ. മനസ്സിലാവുന്ന അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു മെഷറാണ് ശരിക്കും ടെമ്പറേച്ചർ മെഷറാണ് ഒരു ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത്. സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ മെഷറാണ് ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത്. സോ ടെമ്പറേച്ചർ ഈസ് എ മെഷർ ഓഫ് ഇൻറ്റേർണൽ എനർജി. സോ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് നമുക്ക് എന്ത് തരുന്നു? സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ എത്രയാണെന്ന് മനസ്സിലാക്കി തരുന്നത് കൊണ്ട് ഇൻറ്റേർണൽ എനർജി ഈസ് ഓൾവേസ് എ സ്റ്റേറ്റ് വേരിയബിൾ. ഇൻറ്റേർണൽ എനർജി എന്താണ്? ഒരു സ്റ്റേറ്റ് വേരിയബിൾ ആണ്. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് ഫസ്റ്റ് ലോ. നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ആപ്ലിക്കേഷൻ എന്ന നിലയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിലാദ്യം നമുക്ക് പഠിക്കാനുള്ളത്, നമുക്കൊരു ഐഡിയൽ ഗ്യാസ്, 1 മോൾ ഐഡിയൽ ഗ്യാസ് ഒന്ന് കൺസിഡർ ചെയ്യാം. 1 മോൾ ഐഡിയൽ ഗ്യാസ്, 1 മോൾ ഐഡിയൽ ഗ്യാസ് ആണ്. 1 മോൾ ഐഡിയൽ ഗ്യാസ് കൺസിഡർ ചെയ്യാം. കേട്ടല്ലോ, 1 മോൾ എന്ന് പറഞ്ഞാൽ അറിയായിരിക്കും. 1 മോൾ ഐഡിയൽ ഗ്യാസ് കൺസിഡർ ചെയ്യും. ആ ഗ്യാസിനെ നമ്മളൊരു വെസലിൽ എടുത്ത് വയ്ക്കുന്നു, ഒരു പാത്രത്തിൽ എടുത്ത് വയ്ക്കുന്നു. എന്നിട്ട് അതിനെ നമ്മൾ ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി സപ്ലൈ ചെയ്യും. ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി, ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് നമ്മൾ അഡീഷണലായി കൊടുക്കുന്ന ഹീറ്റ് എനർജിയാണ്. സോ ആൻ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ഡെൽറ്റ ക്യൂ ഈസ് സപ്ലൈ. അതിന് കൊടുക്കുന്നു. ഇത് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മളൊരു വെസലിൽ എടുത്ത് വെച്ചിരിക്കണം ഗ്യാസ് എന്ന് വിചാരിക്കുക. 1 മോൾ ഗ്യാസാണ്. ഗ്യാസിൻ്റെ പ്രത്യേകത അറിയാലോ. ഏത് പാത്രത്തിലാണോ എടുത്തു വയ്ക്കുന്നത് ആ പാത്രം ഫുൾ ആയിട്ട് അത് ഗ്യാസ് നിറഞ്ഞു നിൽക്കും. അപ്പോൾ എന്നിട്ട് നമ്മളിതിനെ എന്ത് ചെയ്യുന്നു? ഇതിന് ടൈറ്റ് ചെയ്യുകയാണ് ഗ്യാസ്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഹീറ്റ് എനർജി കൊടുക്കും. ഇതിൻ്റെ അർത്ഥം എന്താണ്? അതിനെ മൂടിക്കഴിഞ്ഞാൽ, അതിനെ ഇതുപോലെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ ഇനി പറ്റത്തില്ല. സോ an amount of heat energy is given to this system of gas by keeping വോളിയം കോൺസ്റ്റന്റ്. എന്ത് ചെയ്യുന്നു? വോളിയം കോൺസ്റ്റന്റ് ആക്കി ഹീറ്റ് എനർജി കൊടുക്കും. കേട്ടല്ലോ, ഹീറ്റ് എനർജി കൊടുക്കും. അപ്പോൾ ഈ ഹീറ്റ് എനർജിയാണ് നമ്മൾ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വോളിയം കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട്, അതായത് വോളിയം ഇതിനെ നമ്മൾ ടൈറ്റായിട്ട് അടച്ചു കഴിഞ്ഞാൽ ഇനി എത്ര ഹീറ്റ് എനർജി കൊടുത്താലും എന്ത് ചെയ്യത്തില്ല, ഇതിന് വോളിയം വർദ്ധിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ വോളിയം കോൺസ്റ്റന്റ് ആക്കി വച്ചുകൊണ്ട് ഇതിന് ഹീറ്റ് എനർജി കൊടുത്തു കഴിഞ്ഞാൽ
ആ ഹീറ്റ് എനർജി എന്ത് ചെയ്യുമെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ഒരു സിസ്റ്റത്തിന് കൊടുത്താൽ രണ്ട് കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. ഒന്ന് ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ചെയ്യാനും മറ്റൊന്ന് വർക്ക് ചെയ്യാനുമാണ്. പക്ഷെ നമുക്കറിയാം വർക്ക് എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു ഡെൽറ്റ വി ആണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ വോളിയം കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കുമ്പോൾ വോളിയം ചേഞ്ച് ചെയ്യുന്നില്ല എന്നർത്ഥം. സോ ചേഞ്ച് ഇൻ വോളിയം ഹിയർ ഇസ് 0 ആൻഡ് ദ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 0. വർക്ക് അതായത് വോളിയം കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് വോളിയം ചേഞ്ച് ചെയ്യത്തില്ല. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ വി എന്താണ്? ചേഞ്ച് ഇൻ വോളിയം ഇസ് ഈക്വൽ ടു 0 ഹെൻസ് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ സിസ്റ്റത്തിൽ വർക്ക് നടക്കുന്നില്ല എന്നർത്ഥം. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ എന്താകും? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു എന്ന് കിട്ടും. ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു. അപ്പോൾ ഇൻറ്റേർണൽ എനർജി ഇവിടെ ചേഞ്ച് ചെയ്യും, ഇൻറ്റേർണൽ എനർജി വർദ്ധിക്കും. നമുക്കറിയാം ഇൻറ്റേർണൽ എനർജി വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ വർദ്ധിക്കുക എന്നാണ്. ഇൻറ്റേർണൽ എനർജി വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ വർദ്ധിക്കുക എന്നാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷനെ, ഇപ്പോൾ ഇത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ മാറ്റം കണ്ടോ? കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ ഹീറ്റ് എനർജി കൊടുത്താൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എങ്ങനെയാകും? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഈ ഇക്വേഷനെ ഡിവൈഡ് ചെയ്യും. ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ ഡെൽറ്റ ടി. ഇവിടെ സംഭവിച്ചത്, അതായത് ഇവിടെ ടെമ്പറേച്ചർ വർദ്ധിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. ആ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ കൊണ്ട് ഈ ഇക്വേഷനെ രണ്ടിടത്തും നമ്മൾ ഒന്ന് ടെമ്പറേച്ചർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നടത്തിയ പ്രോസസ്സ് എങ്ങനെയായിരുന്നു? അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം, ഇത് അറിയിക്കാൻ വേണ്ടി ബ്രാക്കറ്റിന് വേണ്ടിയിൽ ഇതുപോലെ സഫിക്സ് ചെയ്യും. കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ നമ്മൾ കൊടുത്തു. ഓക്കെ, ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. ഈ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ അതായത് ഹീറ്റ് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് ഹീറ്റിൽ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ വർദ്ധിപ്പിക്കാൻ ഹീറ്റ് എനർജി ആവശ്യമാണെന്ന് പറഞ്ഞു. രണ്ട് കാര്യങ്ങൾക്കാണ് ഹീറ്റ് എനർജി ഉപയോഗിക്കുന്നത്. ഒന്ന് ടെമ്പറേച്ചർ വർദ്ധിപ്പിക്കാനും മറ്റൊന്ന് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാനും. ടെമ്പറേച്ചർ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഹീറ്റ് എനർജി നമ്മൾ അന്ന് എഴുതി കാണിച്ചതാണ്. എന്ത്? എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി നീഡഡ് എന്ന് പറയുന്നത് എം ഇൻറ്റു എസ് ഇൻറ്റു ഡെൽറ്റ ടി. ഓർക്കുന്നുണ്ടോ? എം ഇൻറ്റു എസ് ഇൻറ്റു ഡെൽറ്റ ടി, വേർ എസ് ഇസ് കോൾഡ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാണ്. എസിന് എന്താ പറയുന്നത്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇത് എമ്മിൻ്റെ ഇക്വേഷൻ. എം എന്ന് പറഞ്ഞാൽ മാസ് ഇൻ കിലോഗ്രാം ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. എന്നാൽ ഈ മാസിന് പകരം നമ്മൾ മോളാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ മോളിൻ്റെ കേസാണ്. അതായത് നമ്മൾ മോൾ എന്ന് പറയുന്ന അളവിലാണ് ഈ വസ്തുവിനെ സിസ്റ്റത്തെ എടുക്കുന്നതെങ്കിൽ ഈ എസ്സിന് മാറ്റം വരും. അതാരാകും? സി എന്ന് മാറിയിരുന്നു. സി അതും സ്പെസിഫിക് കപ്പാസിറ്റിയാണ്. ഗ്യാസിൻ്റെ കേസിൽ നമ്മൾ ഈ സി ആണ് ഉപയോഗിക്കുന്നത്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി സി. ഓക്കെ, സ്പെസിഫിക് കപ്പാസിറ്റി സി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താകും? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു എം സി ഇൻറ്റു ഡെൽറ്റ ടി. അപ്പോൾ ഓർക്കുക, അവിടെ എം അല്ല ഉപയോഗിക്കേണ്ടത്, പിന്നെ അത് മോൾ ആയതുകൊണ്ട് മ്യൂ സി ടി എടുക്കും. ഇവിടെ നമ്മൾ എത്ര ഗ്യാസാണ് എടുത്തിരിക്കുന്നത്? 1 മോൾ ഗ്യാസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ മ്യൂ എന്തായി മാറും? 1 ആയിട്ട് മാറും. സോ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ഡെൽറ്റ ടി. ആൻഡ് വാട്ട് ഇസ് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി? ഇറ്റ് ഇസ് സി. ഓക്കെ, ഇതെന്തായിരിക്കും? സി. അപ്പോൾ ഇനി നമ്മൾ എവിടെ കണ്ടാലും ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്പെസിഫിക് കപ്പാസിറ്റി ആയിരിക്കും. പക്ഷേ ഇത് വോളിയം കോൺസ്റ്റൻ്റ് ആക്കിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ ഹിയർ ഇറ്റ് ഇസ് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ഇസ് സി വി എന്ന് എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ഫോർ 1 മോൾ ഗ്യാസിനെ നമ്മൾ എന്തെന്ന് പറയും? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ്, അതായത് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്നാണ് പറയുന്നത്. മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി സി വി ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി. ഓക്കെ, ഇത് നമ്മൾ ഇക്വേഷൻ 1 എഴുതും. ഇതേ ഗ്യാസിനെ അല്ലെങ്കിൽ ഇതേ സിസ്റ്റത്തിനെ വീണ്ടും പഴയതുപോലെ കൊണ്ടുവരും. എന്നിട്ട് ഹീറ്റ് ചെയ്യുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഹീറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ വോളിയം കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താണ്?
വോളിയം കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ചോദിക്കും നമ്മൾ ഈ സീലിംഗ് മാറ്റണം, അങ്ങനെയല്ല ഇവിടെ ചെയ്യുന്നത്. നമ്മളൊരു മൂവബിൾ പിസ്റ്റൺ കൊണ്ട് ഇതിനെ എന്ത് ചെയ്യും, ഫിക്സ് ചെയ്യും. മൂവബിൾ പിസ്റ്റൺ കൊണ്ട് അടച്ചു വയ്ക്കും. അപ്പോൾ ഹീറ്റ് എനർജി അങ്ങോട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ വോളിയം വർദ്ധിക്കുന്നു, പിസ്റ്റൺ തനിയെ മുകളിലേക്ക് മൂവ് ചെയ്യും. പിസ്റ്റൺ തനിയെ മൂവ് ചെയ്യുകയല്ല ചെയ്യുന്നത്, ഇതിലെ ഗ്യാസ് മോളിക്യൂൾസ് പിസ്റ്റണിലൊരു വർക്ക് ചെയ്യും. മനസ്സിലാവുന്നു? സോ ഇതേ സിസ്റ്റത്തിനെ പഴയതുപോലെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നു, again heat the system of gas, then heat the gas. Okay, heat the gas. ഈ ഗ്യാസിനെ വീണ്ടും ഹീറ്റ് ചെയ്യുന്നു. സോ ഇവിടെ സപ്ലൈഡ് ഹീറ്റ് എനർജി ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. എന്താണ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ? പ്രഷർ ഇവിടെ വ്യത്യാസപ്പെടുത്തരുത്. അതായത് നമ്മളിവിടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ആ പ്രഷർ തന്നെ സിസ്റ്റത്തിനുണ്ടാകാവും. ആ രീതിയിൽ ചെയ്യണം. അപ്പോൾ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് വീണ്ടും ഹീറ്റ് എനർജി എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു മൂവബിൾ പിസ്റ്റൺ ആണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഹീറ്റ് എനർജി കൊടുക്കുന്നതിനനുസരിച്ച് ഗ്യാസ് മോളിക്യൂൾസ് എക്സ്പാൻഡ് ചെയ്യുകയും പിസ്റ്റൺ മുകളിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യും. മനസ്സിലാവുന്നു? അപ്പോൾ പിസ്റ്റൺ തനിയെ മൂവ് ചെയ്യുന്നതല്ല, ഈ ഗ്യാസാണ് പിസ്റ്റണിനെ മുകളിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ ഞാൻ വർക്ക് ചെയ്യിപ്പിച്ചത്. സോ ഹിയർ ദ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇസ് നോട്ട് ഈക്വൽ ടു 0. ഇവിടെ വർക്ക് 0 അല്ല. അങ്ങനെയാണെങ്കിൽ ഈ സപ്ലൈ ചെയ്ത ഹീറ്റ് എനർജി എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കും? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് അത് ΔU + ΔW ആണ്. ഇവിടെ ΔW നേരത്തെ പോലെ ചെയ്ത് നോക്കിയാൽ P × ΔV ആണ്. ഇവിടെ ΔV ഉണ്ടല്ലോ അല്ലേ, ചേഞ്ച് ഇൻ വോളിയം ഉണ്ട്. സോ ΔW is equal to P × ΔV ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? ΔQ is equal to ΔU + P × ΔV. So this is the equation. Now dividing the equation. ഈ ഇക്വേഷൻ throughout വെച്ചിട്ട് എന്ത് ഡിവൈഡ് ചെയ്യണം? ΔT. അപ്പോൾ നമുക്കറിയാം ഹീറ്റ് എനർജി സപ്ലൈ ചെയ്താൽ പിസ്റ്റൺ മുകളിലോട്ട് മൂവ് ചെയ്യുകയും ഗ്യാസിന് ടെമ്പറേച്ചർ വർദ്ധിക്കുകയും ചെയ്യുന്നു. ആ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ കൊണ്ട് ത്രൂ ഔട്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ ഇത് ΔT, ഇതും P∆V/ΔT. ഓക്കെ ആണല്ലോ? ഹിയർ ഓൾസോ ΔQ/ΔT. ഇത് ഇതേപോലത്തെ ഇക്വേഷനാണ്. പക്ഷേ ഇതെന്താണ്? അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറാണ് നമ്മൾ ചെയ്യുന്നത്. കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. ഇത് 1 മോൾ ഗ്യാസ് ആണ്. അതുകൊണ്ട് തന്നെ ΔQ/ΔT അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം പോലെ ΔQ/ΔT അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? CP എന്ന് എഴുതാം. അതായത് മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. അതാണ് ഇതിൻ്റെ പേര്. മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ആൻഡ് സോ CP is equal to ΔU/ΔT. ഇവിടെയും ടെമ്പറേച്ചർ വർധനവ് നേരത്തത് തന്നെയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അത് തന്നെ എടുക്കുകയാണ്. അവിടെ എത്ര ടെമ്പറേച്ചർ വർദ്ധിപ്പിച്ചോ അത്രയും തന്നെ ടെമ്പറേച്ചർ ഇവിടെയും വർദ്ധിക്കണം. സോ ഫോർ ദ സെയിം ടെമ്പറേച്ചർ റൈസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഒരേ ടെമ്പറേച്ചർ തന്നെ ഇവിടെ വർദ്ധിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ΔU/ΔT + P × ΔV/ΔT. ഇനിയിപ്പോൾ ഇതെന്താണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്കറിയാം ഇത് 1 മോൾ ഗ്യാസ് ആണ്, ഐഡിയൽ ഗ്യാസ് ആണ്. അത് എന്ത് ഒബേ ചെയ്യും? ഐഡിയൽ ഗ്യാസ് ഇക്വേഷനായ PV = RT. μRT എന്നാണ്. ഇവിടെ എന്താണ്? 1 ആണ്. അതുകൊണ്ട് PV = RT ഒബേ ചെയ്യും. അന്നല്ല ഇതായി. ഈ ഗ്യാസിനാണ് ഇപ്പോൾ എന്ത് ചെയ്തത്? പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് വോളിയം ചേഞ്ച് ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷൻ എന്ത് വ്യത്യാസം വരും? P × വോളിയം ചേഞ്ച് ചെയ്താൽ ΔV = R × എന്ത് ചേഞ്ച് വരും? ΔT. PV = RTയിലുള്ള ഐഡിയൽ ഗ്യാസിന് ഹീറ്റ് എനർജി കൊടുത്തപ്പോൾ അയാളുടെ വോളിയം ചേഞ്ച് ചെയ്തു. സോ ദാറ്റ് പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിന്നു. സോ P∆V. ഇപ്പം ചേഞ്ചാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. ഈ ഇക്വേഷന് ഹീറ്റിങ്ങിന് ശേഷം സംഭവിച്ച ചേഞ്ച് എഴുതാൻ പറഞ്ഞാൽ P∆V = R∆T. അതിൻ്റെ അർത്ഥം P∆Vക്ക് പകരം എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? R∆T എന്ന് കൊടുക്കാം. /ΔT. ΔT കട്ട് ചെയ്യും. സോ CP = ΔU/ΔT. അതെന്താണ്? ΔU/ΔT. ഇക്വേഷൻ 1 പ്രകാരം ΔU/ΔT എന്ന് പറഞ്ഞാൽ CV ആണ് +R ആണ്.
സോ സി പി സി വി ലെഫ്റ്റ് കൊടുത്താൽ മൈനസ് സി വി ഇസ് ഈക്വൽ ടു ആർ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിക്കുന്നുണ്ടാവും. സി പി എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറും സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം, അങ്ങനെ രണ്ട് തരമുണ്ട്. ഇത് ഗ്യാസ് മോളിക്യൂൾസിൻ്റെ കേസിലാണ് നമ്മൾ പറയുന്നത്. ഒരു കണ്ടെയ്നറിൽ എടുത്തു വച്ചിരിക്കുന്ന ഗ്യാസ് മോളിക്യൂൾസിനെ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ രണ്ട് കണ്ടീഷനിൽ എന്ത് ചെയ്യാം, ഹീറ്റ് ചെയ്യാൻ പറ്റും. കോൺസ്റ്റൻറ്റ് വോളിയത്തിലും ഹീറ്റ് ചെയ്യാം, കോൺസ്റ്റൻറ്റ് പ്രഷറിലും ഹീറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഹൈലി ഇൻകംപ്രസിബിൾ ആണ് ഗ്യാസ് എന്ന് പറയുന്നത്. ലിക്വിഡ്സിനും സോളിഡ്സിനും അത് സാധ്യമല്ല. അവർക്ക് രണ്ടുപേർക്കും ഒരൊറ്റ സ്പെസിഫിക് ഹീറ്റേ ഉള്ളൂ. അത് യൂഷ്വൽ കേസിൽ എസ് എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഗ്യാസിൻ്റെ കേസിലാണ് അവർക്ക് ഇതുപോലെ രണ്ട് രീതിയിലുള്ള സ്പെസിഫിക് ഹീറ്റ്, അതായത് കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ഹീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ വർദ്ധിക്കാൻ വേണ്ടുന്ന ഹീറ്റ് എനർജിയുടെ അളവും കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ ഹീറ്റ് ചെയ്യിക്കുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ വർദ്ധനവിന് ആവശ്യമായ ഹീറ്റ് എനർജിയുടെ അളവും രണ്ടും രണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ആർ. ഇതിൽ ആരാണ് അപ്പോൾ വലുത്? സി പി ആണ് വലുത്. ഓക്കെ, ഓൾവേസ് വി ക്യാൻ സേ സി പി ഈസ് ഗ്രേറ്റർ ദാൻ സി വി. എന്തുകൊണ്ടാണ് സി പി വലുതാകുന്നത്? സി പി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ് നമ്മൾ ഹീറ്റ് എനർജി കൊടുക്കുന്നത്. അവിടെ എന്തിനും കൂടെ ഉപയോഗിക്കും ഈ എനർജി? എക്സ്ട്രാ വർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. എന്നാൽ കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ നമ്മൾ ഹീറ്റ് എനർജി കൊടുത്താൽ അവിടെ വർക്ക് ചെയ്യാൻ ഹീറ്റ് എനർജി വേണ്ട, കാരണം അവിടുത്തെ വർക്ക് സീറോ ആയിപ്പോകും. ഓക്കെ, സോ സി പി വലുതാകുന്നതിൻ്റെ കാരണം എന്താണ്? സി പി വലുതാകുന്നതിൻ്റെ കാരണം അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ദ എനർജി ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ഡൂയിങ് എക്സ്റ്റേണൽ വർക്ക് ആൻഡ് ഓൾസോ ചേഞ്ച് ഇറ്റ്സ് ഇൻറ്റേർണൽ എനർജി. ഇത് രണ്ടും നടത്തണം. സോ ഫോർ ദ സെയിം റൈസ് ഓഫ് ടെമ്പറേച്ചർ ദ എനർജി റിക്വയർഡ് ഈസ് ഹയർ ഇൻ കേസ് ഓഫ് അല്ലെങ്കിൽ at constant pressure. Okay, so Cp minus Cv is equal to R. അതായത് R എന്താണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. ആൻഡ് ദിസ് റിലേഷൻ, ഈ Cp മൈനസ് Cv is equal to R എന്ന് പറയുന്ന റിലേഷൻ, അതിനൊരു പേരുണ്ട്, മേയേഴ്സ് റിലേഷൻ. മേയേഴ്സ് റിലേഷൻ ഇത് നിങ്ങൾ കെമിസ്ട്രിയിലും പഠിക്കുന്നതാണ്. മേയേഴ്സ് റിലേഷൻ Cp മൈനസ് Cv is equal to R. ഗ്യാസസിന് രണ്ട് സ്പെസിഫിക് കപ്പാസിറ്റി ഉണ്ട്. കോൺസ്റ്റൻറ്റ് പ്രഷറിലുള്ളതുകൊണ്ട് കോൺസ്റ്റൻറ്റ് വോളിയത്തിലുണ്ട്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ.